ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഒരു ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. നമ്മളൊക്കെ ഉപഭോക്താക്കളാണ്. ചിലപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുമ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നീതി നേടിത്തരാനുള്ള സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് അറിയപ്പെടുന്ന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ. എല്ലാ ജില്ലകളിലും CDRC അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുണ്ട്. നമ്മുടെ പരാതി പരിഗണിക്കുന്നതിന് ഏത് കമ്മീഷനെയാണ് സമീപിക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനായി കണക്കിലെടുക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓരോ കമ്മീഷനും കൈകാര്യം ചെയ്യാവുന്ന സാമ്പത്തിക പരിധി. 2, ഓരോ കമ്മീഷനും അധികാര പരിധിയുള്ള പ്രദേശം. ജില്ലാതല കമ്മീഷൻ, സംസ്ഥാനതല കമ്മീഷൻ, ദേശീയതല കമ്മീഷൻ എന്നിങ്ങനെ 3 തലത്തിലാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം 1 കോടി രൂപ വരെയെങ്കിൽ അത് സംബന്ധിച്ച പരാതി ജില്ലാ കമ്മീഷന് കൈകാര്യം ചെയ്യാം. ഇനി നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വില 1 കോടിക്ക് മുകളിലും 10 കോടി വരെയുമെങ്കിൽ അത് സംബന്ധിച്ച പരാതി സംസ്ഥാന കമ്മീഷനിലാണ് കൊടുക്കേണ്ടത്. ഇനി വില 10 കോടിക്ക് മുകളിലാണെങ്കിൽ അത് ദേശീയ കമ്മീഷൻ്റെ അധികാര പരിധിയിലേക്ക് മാറും. പ്രത്യേകം ഓർക്കേണ്ടത്, ഉപഭോക്തൃ കരാറുകൾ സംബന്ധിച്ച പരാതികൾ ജില്ലാ കമ്മീഷനുകളുടെ പരിധിയിൽ വരില്ല എന്നതാണ്. ഇനി ഏത് സ്ഥലത്ത് കമ്മീഷനിൽ നമ്മുടെ പരാതി നൽകാം എന്നതാണ് നോക്കാനുള്ളത്. പരാതിക്കാരൻ വസിക്കുന്നതോ തൊഴിലെടുക്കുന്നതോ ആയ സ്ഥലം ഏത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ പരിധിയിലാണോ ആ കമ്മീഷനിൽ പരാതി നൽകിയാൽ മതി. നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കാം. കൊല്ലത്ത് താമസിക്കുന്ന ഒരാൾ ഓൺലൈൻ വഴി ഡൽഹിയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഉൽപ്പന്നമോ സേവനമോ വാങ്ങിയെന്നിരിക്കട്ടെ. ആ ഉൽപ്പന്നമോ സേവനമോ തൃപ്തികരമല്ലെങ്കിൽ അയാൾ കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകിയാൽ മതിയാകും. ഇനി നമ്മൾക്ക് ഇതല്ല സൗകര്യപ്രദം എങ്കിൽ പരാതിക്ക് ആധാരമായ കാര്യം പൂർണ്ണമായോ ഭാഗികമായോ സംഭവിച്ച സ്ഥലത്തെ കമ്മീഷനിൽ പരാതി നൽകാം. ഇതുമല്ലെങ്കിൽ എതിർകക്ഷി സാധാരണഗതിയിൽ വസിക്കുകയോ ബിസിനസ് നടത്തുകയോ അയാൾക്ക് ബ്രാഞ്ച് ഓഫീസ് ഉള്ളതോ അയാൾ തൊഴിലിൽ ഏർപ്പെടുന്നതോ ആയ സ്ഥലത്ത് കമ്മീഷന് മുമ്പാകെയും പരാതി നൽകാം. വേണമെങ്കിൽ എതിർകക്ഷികൾ, ഒന്നിലധികം എതിർകക്ഷികളുള്ള സാഹചര്യത്തിൽ എതിർകക്ഷികൾ ആരെങ്കിലും സാധാരണഗതിയിൽ വസിക്കുകയോ ബിസിനസ് നടത്തുകയോ അയാൾക്ക് ബ്രാഞ്ച് ഓഫീസ് ഉള്ളതോ അയാൾ തൊഴിലിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന സ്ഥലത്തെ കമ്മീഷനിലും പരാതി നൽകാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിന് കമ്മീഷൻ്റെ അനുമതി നേടിയിരിക്കേണ്ടതുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.